ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. അതായത് ഒത്തിരി പുല്ലും ഒക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ് മുറ്റത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യാം. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് ഞാനിപ്പോൾ ക്ലീൻ ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ മുറ്റത്ത് ഇൻ്റർലോക്ക് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ മുറ്റത്ത് ഭയങ്കരമായിട്ട് പുല്ലും മുളക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പറിച്ച് ഒഴിവാക്കുക. അപ്പോൾ പിന്നെയും വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർലോക്കൊക്കെ ചെയ്യാത്തൊരു മുറ്റമാണെങ്കിൽ നമുക്ക് പുല്ല് മുളയ്ക്കാതെ എങ്ങനെ നമുക്ക് ചെടികളൊക്കെ ഭംഗിയായിട്ട് നിർത്താമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ചിലവുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് പൈസ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്സാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെർട്ടിക്കൽ ഗാർഡനിങ് ചെയ്തിട്ടുണ്ടായിരുന്ന പോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നെറ്റൊക്കെ റെസ്റ്റ് പിടിച്ച് പൊട്ടിയപ്പോൾ പിന്നെ മതിലൊന്നും തൂക്കാറില്ല. പിന്നെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് പ്ലാന്റ് മതിലൊന്നും കേടാവാതെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു. മതിലൊക്കെ പെയിൻറ്റൊക്കെ അടിച്ച് ചട്ടിക്കൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയിൽ വെച്ചതായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ജൂൺ ജൂലൈയിലെ മഴ, അതുപോലെ ഇപ്പോൾ തുലായിലെ മഴയൊക്കെ പെയ്തപ്പോൾ ഒന്നായിട്ട് പൂപ്പലൊക്കെ പിടിച്ച് പുല്ലൊക്കെ വളർന്ന് പണിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കവർ ഉപയോഗിച്ചിട്ട് ആ പുല്ലൊക്കെ പറിച്ച് ഒഴിവാക്കാൻ കേട്ടോ. ഒന്നാമത്തേത് ഇവിടെ ഒരു ഭയങ്കരമായിട്ട് ഒച്ചിൻ്റെ ശല്യം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നല്ല തണുപ്പ് നിൽക്കും. വെയിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഇടയിൽ നമ്മൾ നനച്ച് കഴിഞ്ഞാൽ നല്ല നനവ് നിൽക്കുമ്പോൾ ഈ ഒച്ചൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒച്ചാണെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിലും തന്നെ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ക്ലീനായിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ പറയുന്നുണ്ട് ഒരു ചേര ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെടീൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കൈയിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളറിയില്ല, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെടിച്ചട്ടിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ വിചാരിച്ചു എന്തായാലും മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി പുല്ല് വളരാത്ത രീതിയിൽ നമുക്ക് ഒരു ടിപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല പുല്ലൊക്കെ ഇങ്ങനെ ചെടിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചെടി കാണാനായിട്ടൊരു ഭംഗിയുണ്ടായിരുന്നു. നല്ല ക്ലീനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് പുല്ലൊന്നും ഇല്ലാണ്ട് ചെടിച്ചട്ടി നല്ല പെയിൻറ്റൊക്കെ അടിച്ച് ചട്ടിയിലൊക്കെ നല്ല പെയിൻ്റ് അടിച്ച് ആ ഒരു വൃത്തിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിന് തന്നെ ഭയങ്കര ഒരു സമാധാനമാണല്ലേ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചെടിയൊക്കെ വളർത്തുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ രാവിലെ തന്നെ ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് പോകുന്നത് തന്നെ എൻ്റെ ഗാർഡനിലേക്കാണ്. അതൊന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ, പുതിയ പൂ വിരിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇതുപോലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ് കേട്ടോ. ഇത് നമുക്ക് വേസ്റ്റൊക്കെ ഇടാനൊക്കെ ഇങ്ങനെ വരുന്ന ഒരു കവറായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ അതുപോലെ ഒരു നീളത്തിൽ ഒരു ചെറിയൊരു കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ മേലെ ഈ പോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ചെടിയൊക്കെ നനയ്ക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇടയിൽ കൂടെ ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് ആ ഒരു ഓരോ ചെടിച്ചട്ടിയുടെ ഇടയിൽ ഇങ്ങനെ പുല്ലും മുളച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗാർഡൻ കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സൈഡിലൊക്കെ മുളക്കി നമുക്ക് അപ്പം തന്നെ പറിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ കൂടെ വരുന്ന ഒരു പുല്ല് നമുക്ക് ഒരുപാട് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ ഞാൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ കിട്ടിയില്ല. അപ്പോൾ ഞാനുള്ള കവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പുല്ലിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു വൃത്തികെട്ട ഒരു പുല്ലാണ്, അതായത് നമ്മൾ എത്ര പറിച്ചാലും അതിൻ്റെ ഒരു ചെറിയ അംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെടിയൊക്കെ നനയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ചെടി വളരുന്നതിനെക്കാട്ടിയും സ്പീഡിലാട്ടോ ഈ ഒരു പുല്ലൊക്കെ വളരുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കവറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ സിമൻറ്റൊക്കെ ഇടാത്ത മുറ്റമൊക്കെ ആണെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് നോക്കണം. നല്ല ഒരു ഐഡിയ തന്നെയാണ് നമുക്ക് പുല്ലൊക്കെ വളരുന്നതിന്. അപ്പോൾ ഇപ്പോൾ ചെടിയൊക്കെ നമ്മളിപ്പം മഴക്കാലമൊക്കെ കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ ഇപ്പം വളമൊക്കെ ഇട്ട് കൊടുത്ത് ചെടിയൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരാണ്. ഞാൻ ഓർഗാനിക്കും ഉപയോഗിക്കും, കെമിക്കലും ഉപയോഗിക്കും കേട്ടോ. ഓർഗാനിക് ആണെങ്കിൽ കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം, അതിലേക്ക് ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെ ഒക്കെ തൊലി ഇട്ടിട്ട് പിറ്റേ ദിവസം ഇതുപോലെ
പോട്ടിൽ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു വേസ്റ്റോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പ്ലാന്റ്സിനൊരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല ഈ ഒരു വെയിൽ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫെർട്ടിലൈസർ ആട്ടോ ഈ ഒരു ഓർഗാനിക് ആയിട്ട്. ഇതുപോലെ കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളമൊക്കെ പ്ലാന്റിന് നല്ല ഗ്രോത്ത് കാണിക്കും. മാത്രമല്ല ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം, പ്ലാന്റൊക്കെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും. നമുക്ക് കിച്ചൺ വേസ്റ്റൊക്കെ സ്ഥലം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്കത് ഒഴിവാക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ടിനൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയുണ്ടായിരുന്നു ചട്ടിയൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ ഒരു മഴ അടുപ്പിച്ച് പെയ്തതോടെ ചട്ടിയിലൊക്കെ പൂപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെയിൻറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.